ഒരു സ്തോത്രത്തിന് വിഷയം ഡാഡിയും കൂടെ ഇന്ന് ആരാധിക്കാൻ ദൈവം ഇടയാക്കിയ ശ്രദ്ധിക്കാം. തീരെ വയ്യാതെയായിരുന്നു. ഒരിക്കലും 3 സ്റ്റെപ്പ് എടുത്താലേ ശ്വാസം മുട്ടി ഹാർട്ടിന്റെ വീക്ക്നെസ് മുഖാന്തരം ഡാഡി ഇന്ന് ആരാധിക്കാനും വന്ന് ഇരിക്കുന്ന ഒരാളോട് കർത്താവ് ആരോഗ്യം തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് വേദാസനെയും മമ്മിയെയും കൂടെ പ്രാർത്ഥനയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ സങ്കീർത്തനം 34 ഒന്ന് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 34 എല്ലാവർക്കും വലിയ പരിചയമുള്ള ഒരു സങ്കീർത്തനമാണല്ലോ. നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു സങ്കീർത്തനം. അതിനകത്ത് ചില ആശയങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണല്ലോ. അതിനകത്ത് പല വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ മുറുകെ പിടിക്കുന്ന ഒരു സങ്കീർത്തനം. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഈ 34 സങ്കീർത്തനം മലയാളത്തിൽ ഒന്ന് വായിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരവാദി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവനെ വിടുവിക്കുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവന്റെ ഭക്തർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ രക്ഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസഖ്യമാണ്. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നും ഒടിഞ്ഞു പോവുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ചരണമാക്കുന്നവരും ശിക്ഷ അനുഭവിക്കുകയില്ല. സ്തോത്രം. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നോക്കിയാൽ ദാവീദിന്റെ സങ്കീർത്തനം ഒരു രാജാവിന് മുൻപിൽ, ഒരു അന്യ രാജാവിന് മുൻപിൽ പേടിച്ച് വിറച്ച് ഒരു നാടകം കളിച്ച്, ഒരു ഭ്രാന്തനെ പോലെ നാടകം കളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിന്റെ പിന്നിൽ കാണുന്നത്. ഇതിന്റെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ട് എഴുതിയ ഒരു സങ്കീർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചോനെ തുടങ്ങുമ്പോൾ തന്നെ എന്തോ പറയുന്നത്, നേരെ ആ സാഹചര്യവും പശ്ചാത്തലം എന്തുവാ, ദാവീദ് എഴുതി വരുന്നത് എന്തുവാ, അത് നോക്കുമ്പോൾ ആരംഭം തന്നെ പറയുന്ന കാര്യം, ഞാൻ യഹോവയെ എക്കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. അപ്പൊ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ യഹോവയെ എപ്പോഴും വാഴ്ത്തും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതാണ്ട് ഒരു രഹസ്യമുണ്ട്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിട്ട് ദാവീദിന് അതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ വലിപ്പവും ദൈവത്തിന്റെ കരുണയും കരുതലും വിശ്വസ്തയും കണ്ടപ്പോൾ
ദാവീദിന് എന്തെല്ലാം പ്രതിസന്ധികൾ കൂടെ കടന്നു പോയെങ്കിലും കൂടെ അത് സ്തുതിക്കാൻ ദാവീദ് പറയുന്നത് എപ്പോഴും യഹോവയെ വാഴ്ത്തും എന്ന് പറഞ്ഞാൽ ഈ ദാവീദിന്റെ കുറ്റം നിമിത്തമല്ല പല പ്രതിസന്ധികൾ ആരംഭം ഇത് എഴുതിയപ്പോഴല്ല ദാവീദിന്റെ കുറ്റം നിമിത്തമല്ല അവിടെ വന്നത്. ദാവീദിനെ രാജാവായി ദൈവം അഭിഷേകം ചെയ്ത് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ കാലഘട്ടത്തിലേ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ദാവീദ് പിന്നെ ചില തെറ്റും പ്രയാസങ്ങളെല്ലാം ചെയ്തു, അതിന് ഫലം അവൻ അനുഭവിച്ചു, ദാവീദ് അനുഭവിച്ചു. ബട്ട് ഈ സങ്കീർത്തനം എഴുതുന്ന സമയത്ത് ദാവീദിന് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ദാവീദ് ഓടുന്ന സാഹചര്യം എന്തുവായിരുന്നു? ജീവന് വേണ്ടി ഓടുന്ന സാഹചര്യം. ദൈവം ഈ മനുഷ്യനെ അഭിഷേകം ചെയ്ത് രാജാവായിട്ട് അഭിഷേകം ചെയ്ത് വെച്ചിട്ടും അവിടെ ഉണ്ടായിരുന്ന രാജാവ് ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും തീർക്കണം. ബിക്കോസ് അവനറിയാം ഈ മനുഷ്യനായിരിക്കും എൻ്റെ മകൻ, സൗളിന്റെ മകൻ ജോനാഥനോ ആരും രാജാവ് ആകത്തില്ല, ഇവൻ അവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഇവൻ തന്നെ ആകുള്ളൂ എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും തീർത്ത് കളയാന്ന് വെച്ചിട്ട് സൗൾ രാജാവ് ദാവീദിന്റെ ജീവനെ എടുക്കാൻ വേണ്ടി നടന്ന സമയത്താണ് ഈ വ്യക്തി ഇത് എഴുതുന്നത്. ആലോചിച്ച് നോക്കണേ. യഹോവയെ എക്കാലത്തും സ്തുതിക്കും. ഈ കാരണങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം എന്തുവാ കാരണം. ഇങ്ങനെ ദാവീദ് ഇത്രയും കഷ്ടതയുടെ മധ്യത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും ദൈവം ഇത്രയും ജീവനെ തന്നെ പേടിച്ച് ഓടുന്ന സാഹചര്യം ഉണ്ടായിട്ടും പറയാൻ എന്താ കാരണം? ഈ ദാവീദ് കർത്താവിനെ രുചിച്ചറിഞ്ഞു. ഒരു വാക്യം കാണുന്നല്ലോ, ഓ യഹോവയെ നിങ്ങളൊന്ന് രുചിച്ചറിയുക. നമ്മളൊന്ന് യഹോവയെ ഒന്ന് രുചിച്ചറിയുമ്പോൾ നമ്മളുടെ കഷ്ടതകൾ കൂടെ ദൈവം പറയുന്നില്ല ആരടുത്ത് നിങ്ങൾക്ക് കഷ്ടത ഒന്നും കാണത്തില്ല, നിങ്ങൾ എല്ലാ സമയത്തും എപ്പോഴും ഒരു പ്രയാസമില്ലാതെ നിങ്ങൾ ജീവിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും കഷ്ടം സഹിക്കാൻ നിങ്ങൾക്ക് കൃപ തന്നിട്ടുണ്ട്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന അതിനാ. അപ്പൊ നമുക്ക് കഷ്ടങ്ങൾ എന്തിനാ ദൈവം അനുവദിക്കുന്നത്? അപ്പോഴാണ് നമ്മൾ കർത്താവിന്റെ വിശ്വസ്തതയെ കർത്താവിനെ ഒന്ന് രുചിക്കാൻ അറിയാം. നമ്മള് വെയിലിന്റെ ഗുണം, നിഴലിന്റെ ഗുണം വെയിലിന്റെ പോയിരിക്കുന്നവർക്ക് അറിയുള്ളൂ അല്ലെ. പട്ടിണിയുടെ പ്രയാസം പട്ടിണി കൂടെ കടന്നുപോയാലല്ലേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അതിന്റെ. പ്രിയപ്പെട്ടവരെ, ദൈവം ചില സാഹചര്യങ്ങൾ കൂടെ നമ്മളെ കടത്തി വിടുന്നത് ദൈവത്തിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. ദൈവം നമ്മളെ ഒന്ന് ബലപ്പെടുത്തി, നമ്മളെ ഒന്ന് സ്ഥിരപ്പെടുത്തി, നമ്മളെ ഒരു ഓട്ടത്തിൽ ഓടുന്ന ഒരു വ്യക്തിയാകുമ്പോൾ അവൻ ഒളിമ്പിക്സ് ഓടുന്നെങ്കിൽ കൂടെ ഇപ്പൊ രാഹുൽ പറഞ്ഞ ആ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പോകുമ്പോൾ മാത്രമേ ആ പരീക്ഷ നന്നായിട്ട് എഴുതാൻ സാധിക്കുള്ളൂ. ഒരു നന്നായിട്ട് എക്സസൈസ് ചെയ്ത് അതിനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്തു പോയി അങ്ങനെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ എല്ലാത്തിനെയും ഒതുക്കി നമ്മളെ തന്നെ ആ രീതിയിൽ എക്സസൈസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ആ ഓട്ടത്തിൽ ഓടി നമ്മൾ ജയിക്കാൻ സാധിക്കും. ആരും നേരെ ഓടിയാൽ ജയിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കർത്താവ് നമ്മളെ ഓരോരുത്തരും ജീവിതത്തിന്റെ ഈ രീതി കൂടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൂടെ കടത്തി വിടുമ്പോൾ മാത്രമേ നമ്മൾ വിളിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നതും ദൈവം നമുക്ക് ആശ്വാസം ലഭിക്കുമ്പോഴും ഈ കർത്താവിനെ രുചിക്കുന്ന അനുഭവങ്ങളായി മാറിത്തീരും. പ്രിയപ്പെട്ടവരെ, ദാവീദ് അത് തന്നെ മനസ്സിലാക്കി, ദൈവത്തെ മനസ്സിലാക്കി. അപ്പോൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഒക്കെയും കടന്നു പോയിട്ട് നമ്മളിത് വായിക്കുമ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ പല കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. അവിടെ ഒരു കാര്യം നമ്മൾ ആദ്യം കാണുന്നത് ഞാൻ 4-ാം വാക്യത്തില് പല കാരണങ്ങളെ ഞാൻ പറയാൻ പോകുന്നു. ദാവീദ് ദൈവത്തെ രുചിച്ചറിയുകയും ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണങ്ങൾ ഞാൻ പറയട്ടെ. അവിടെ 4-ാം വാക്യത്തിൽ പറയും, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം. എല്ലാം ഒരു ആവശ്യമില്ലെങ്കിൽ നമുക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം കറക്റ്റായിട്ട് സമയം നമുക്ക് എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന ദൈവം തരുന്നതാണ് നമ്മൾ ആരെയും ആലോചിക്കുമോ? നമ്മൾ കഷ്ടതയിൽ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിക്കും, കർത്താവേ എന്നെ സഹായിക്കണം. അപ്പോൾ നമുക്ക് ദൈവം അവിടെ ഉത്തരം നൽകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ആരാ തന്നത്? ദൈവമാണ്. ദാവീദ് ഈ രാഹുൽ എല്ലാം നന്നായി പഠിച്ച് പക്കായിട്ട് പോയി പാസ്സായ രാഹുൽ എന്താ വരിക്കും? ഞാൻ അധ്വാനിച്ച് നല്ല പഠിച്ചുകൊണ്ടാണ് എനിക്ക് പാസ്സായത്. ഇപ്പൊ രാഹുൽ എന്താ പറഞ്ഞു? എനിക്ക് എന്റെ പരീക്ഷ ഒത്തും ഒരു രക്ഷയില്ലായിരുന്നു, പൊട്ടുന്നേ വരച്ചു, ബട്ട് കർത്താവ് പാസ്സാക്കി. ഈ പാസ്സാകാൻ പറ്റാത്ത നിലയില്
ആയിരിക്കുമ്പോൾ പാസ്സാകുമ്പോഴാണ് ദൈവത്തിന്റെ കരുതലും കൃപയും അനുഭവിക്കുന്നത്. എല്ലാം പഠിച്ചിട്ട് ഞാൻ എല്ലാം നന്നായി പഠിച്ചുകൊണ്ട് എനിക്ക് പാസ്സായെന്ന് പറഞ്ഞാൽ ആർക്കാ ക്രെഡിറ്റ് പോകുന്നു? ആ ക്രെഡിറ്റ് നമ്മള് അതിന്റെ ഞാൻ പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയതെന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട കർത്താവിനാണ് നമ്മൾ ക്രെഡിറ്റ് പഠിക്കാനുള്ള ബുദ്ധിയും തരുന്നത്, പഠിക്കാനുള്ള കൃപകളും സാഹചര്യങ്ങളും തരുന്നത്. അതിന്റെ വിജയം കൂടെ കർത്താവിന്റെ കരങ്ങളിലാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇവിടെ മുഖം ദാവീദ് പറഞ്ഞത് എന്തോ പറയുന്നത്, ഞാൻ യഹോവയെ ഞാൻ അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. എന്തുവാ കർത്താവിനെ സ്തുതിക്കാൻ ഒരു കാരണം? എനിക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അപ്പോ ഭയമില്ലാതിരുന്ന ഭയങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? ഭയമുണ്ടായി ജീവനെ കൊണ്ട്. ഞാൻ 2 സാഹചര്യം ഞാൻ ഓർക്കുമായിരുന്നു, ദാവീദിന്റെ സാഹചര്യം. ഒരു സമയത്ത് സൗള് ദാവീദിനെ ഓടിച്ചു അവനെ പിടിക്കാൻ പറ്റുന്ന അടുത്ത് വന്നപ്പോൾ, അത് കാണുന്നത് 1 സമൂയേലിന്റെ 23-29 നമ്മൾ വായിക്കുന്നത്, 23-27 വാക്യത്തിൽ. അവിടെ സൗൾ പിടിക്കാൻ അടുത്ത് വന്നപ്പോൾ ഒരു തകവൽ വന്നു സൗളിന്റെ അടുത്ത്. ഫിലിസ്ത്യർ അവിടെ രാജ്യത്തെ റെയ്ഡ് ചെയ്യാൻ വന്നു. ഇത് കേട്ടപ്പോൾ സൗൾ എന്ത് ചെയ്തു? തിരിച്ചു പോകും. ഫിലിസ്ത്യന്മാർ ഇസ്രായേൽ ജനങ്ങൾ എതിർ കക്ഷി ആൾക്കാർ ജനങ്ങള് ഇവരെ പിടിക്കാൻ വന്നെന്ന് ഒരു തകവൽ വന്നു. ദാവീദിനെ പിടിക്കാൻ അടുത്ത് വന്ന സമയത്ത് ഒരു തകവൽ രാജാവിന് വന്നു, ഫിലിസ്ത്യർ നിങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു തകവൽ വന്നു. ഉടനെ പോയി. ആരാ തകവൽ ഇട്ടത്? ദൈവം. അപ്പൊ ദാവീദ് ഇന്ന് രണ്ടാമത് ഇനിയൊരു കാര്യം ഒരു സ്ഥാനത്ത് 1 സമൂയേൽ തന്നെ 26:12 വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ സൗൽ പിന്നെയും ദാവീദിനെ പിടിക്കാൻ ഓടി വന്നപ്പോൾ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി. നിങ്ങൾ ആ വാക്യം 1 സമൂയേൽ 26:12 വായിച്ചാൽ നമ്മുടെ രസമായിരിക്കും. ആ ദാവീദിനെ പിടിക്കാന്റെ എല്ലാ സാഹചര്യം ദാവീദ് തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണ്, തൊട്ടടുത്ത്. അപ്പോൾ ഈ നല്ല ഉറക്കം, ഈ സൗൽ രാജാവ് നല്ല ഉറക്കം, അവന്റെ ചുറ്റിലും വലിയ സേനാധിപതികൾ മുഴുവനും ചുറ്റി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ദാവീദും അഭിഷേക് എന്ന് പറഞ്ഞ് വേറെ ഒരു പോരാളിയും ചേർന്ന് നമ്മൾ ഈ രാജാവിനെ അടുത്ത് പോയി ആ രാജാവ് കുത്തി വെച്ചിരിക്കുന്ന ആ കുന്തമുണ്ടല്ലോ അതിനെ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കണേ. രാജാവിന്റെ പാളയത്തിന്റെ നടുക്ക് പോയി രാജാവിന്റെ ആ സ്പിയർ എടുത്തു പോകാനുള്ള ധൈര്യം ഈ 2 പേര്, ദാവീദും പോയി, ദാവീദിന്റെ കൂടെ പോയ മനുഷ്യനും പോയി. അവിടെ എന്തോ അവിടെ കാണുന്നത്, അവിടെ വായിക്കുമ്പോൾ ദൈവം അവനെ എല്ലാവർക്കും ഉറക്കം തന്നത്, അല്ലേ? അങ്ങനെയല്ല വായിക്കുന്നത്. അതിനെന്തോ എഴുതിയിരിക്കുന്നത്? ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും ഉണർന്നില്ല, അവൻ എല്ലാവരും ഉറങ്ങിയാര്. ഏതാ 2 പേര് ആ പാളയത്ത് പോയി രാജാവിനെ വാളെടുത്തോണ്ട് വരുമ്പോൾ, ആ കുന്തം എടുത്തോണ്ട് വരുമ്പോൾ ഇവർ ഉറങ്ങിക്കിടക്കുക. ഏറ്റവും വലിയ പോരാളികൾ 3000 പേര് അവിടെ നിൽക്കുക. ഇവർ 600 പേരേ ഉള്ളൂ. ദൈവം ഇടപെടുന്നത് ഇത് കാണുമ്പോൾ എങ്ങനെ ദാവീദ് കർത്താവിനെ സ്തുതിക്കാതിരിക്കും? ഇങ്ങനത്തെ ഒരു ദൈവം ഇങ്ങനെ രക്ഷിക്കാൻ തലമുടി നാരന്റെ അലകൾ വന്നപ്പോൾ അവനെ ദൈവം ഓരോ സമയത്തും സംരക്ഷിക്കുന്ന ദൈവമാണ്. ഇത് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം. നമ്മളെ ഓരോരുത്തരെയും ഇവിടെ ഒരു വാക്യം പറയുന്നത് അവന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലുണ്ട്. ഇവിടെ 15-ാം വാക്യം, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. ഒരാളുടെ കണ്ണ് എപ്പോഴും ഒരാൾ നമ്മുടെ മേലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും. അതിന് നമുക്ക് അതിന്റെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു രീതിയിലും ആരും അതിനെ ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പൂർണ്ണ സുരക്ഷതയാണ് കാണുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലിൽ എപ്പോഴും ഉണ്ടെങ്കിലും 24 മണിക്കൂറും നമ്മൾ ഉറങ്ങുകയും എണ്ണീക്കുകയും നടക്കുകയും നമ്മൾ ചിന്തിക്കുന്ന ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ സർവശക്തനായ ദൈവം തന്റെ കണ്ണ് നമ്മുടെ മേലെ പതിച്ചിരിക്കുക. ദാവീദിനാണ് അറിയാൻ പറ്റും. ദാവീദ് പറഞ്ഞത് എന്റെ നീതിമാന്മാരുടെ കണ്ണ് മേലെ കർത്താവിന്റെ മേൽ അവന്റെ ചെവി അവരുടെ നിലവിളിക്കും. ഓരോ രീതിയിലും നമുക്ക് പേടിക്കേണ്ട ഓരോ ആവശ്യമില്ല. നമ്മൾ പല സമയത്തും പതറിപ്പോകുന്ന ആവശ്യം എന്തുവാ? പല ആ സാഹചര്യങ്ങൾ കാണുമ്പോൾ പതറിപ്പോകുന്ന
ദാവീദ് തന്നെ പറയും, ഞാൻ കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടില്ല. ഇതാണ് നമ്മൾക്ക് എല്ലാവർക്കും. ഈ ദാവീദിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ നമുക്ക് അധൈര്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? കർത്താവിന്റെ ഉറങ്ങാതെയും മഴങ്ങാതെയും ഇസ്രായേലിന്റെ ദൈവം ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. നമ്മളെല്ലാം ഉറങ്ങിപ്പോകും, നമ്മളെല്ലാം മറന്നു പോകും. പല സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുന്ന വിഷയങ്ങളെല്ലാം ചിലപ്പോൾ നമ്മൾ വിട്ടും പോകുന്നവരാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ കർത്താവ് അറിയും. ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലെ എപ്പോഴും ഇട്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എത്ര സന്തോഷിക്കാൻ വകയുണ്ട്, എത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം. ഇവിടെ ഒരു വാണിംഗ് കൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യഹോവ ഭക്തി ഞാൻ പറഞ്ഞു തരാം. യഹോവ ഭക്തി നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്, നിങ്ങൾ വാണിംഗ് അവിടെ പറയുന്നത്, നിങ്ങൾ ജീവനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 12, 13 പറയുന്നത്, നിങ്ങൾക്ക് അവിടെ പറയുന്നത് ജീവന്റെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സിന് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരങ്ങളെയും കാത്തുകൊള്ളുക. അപ്പൊ എന്ത് ചെയ്ത് പറയുന്നത് അർത്ഥം? പാവം ചെയ്യാം. യഹോവയുടെ കണ്ണ് നമ്മുടെ മുകളിലിരിക്കുമ്പോൾ യഹോവയെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, പാടില്ല. പ്രിയപ്പെട്ട യഹോവയെ ദുഃഖിക്കുന്ന കാര്യങ്ങൾ വന്നാൽ ആർക്കാ നമ്മൾ ഇടം കൊടുക്കുന്നത്? എതിരാളിക്ക് നമ്മൾ തുറന്നു കൊടുക്കുക, വാതിൽ തുറന്നു കൊടുക്കുക. കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് നമ്മളെ വാതിൽ തുറന്നു കൊടുക്കുക. അവിടെ പറയുന്നത്, നിങ്ങൾ എടുത്തു പറയുന്ന രണ്ട് കാര്യം, നിങ്ങളുടെ നാവിനെ എന്ത് പറയുന്നത്? ഡിപ്പാർട്ട്, കീപ് യുവർ ടങ് ഫ്രം ഈവിൽ ആൻഡ് യുവർ ലിപ്സ് ഫ്രം. നമ്മൾ എളുപ്പം ചെയ്യുന്ന പാവമാണ് കൂടുതൽ. അത് 1-2 കാര്യം മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ബട്ട് നമ്മൾ ചെയ്യുന്ന ചിന്തകളിലും നമ്മുടെ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരുന്നാലും തെറ്റാ, പാവമാണ്. അപ്പൊ എത്ര സെൻസിറ്റീവായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്ര അധികമാണെന്ന് ഓർക്കുന്നു. വളരെ നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും മനസ്സിൽ കൂടെ കടന്നിപ്പോകുന്നതും കൂടെ എല്ലാം ദൈവം അറിയുന്നുണ്ട്. ഇത്രയും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം നമ്മളെ നന്മ മാത്രം നമുക്ക് തരാനും നന്മ മാത്രം നമുക്ക് വേണ്ടി കണക്കിട്ട് ചെയ്യാൻ ദൈവം, സ്വർഗത്തിലെ ദൈവം രാവും പകലും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം നമ്മൾ ചെയ്താൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര ഗുണമില്ലാതെ, എത്ര എതിരായിട്ട് ദൈവത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യമായി തീരും. അതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഡിപ്പാർട്ട് ഫ്രം ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഇതൊരു ചെറിയ ഒരു കോഷനായി നിലയ്ക്കാൻ പറഞ്ഞു. ഇത്രയും ദൈവം നമുക്ക് ദാവീദ് സ്തുതിക്കാൻ പറഞ്ഞല്ലോ. ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ ഒത്തിരി അനുഭവിച്ചു. ദാവീദ് ഒരു കൊലപാതകം കൂടെ ചെയ്തു ആ സമയത്ത്. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ നരകത്തിന്റെ അനുഭവത്തിൽ കൂടെ ദാവീദ് നന്നായിട്ട് മനസ്സിലായി, ഞാൻ ചെയ്ത തെറ്റ്. കർത്താവ് പറയും, നിന്റെ കുടുംബത്തിൽ നിന്ന് വാള് പോകത്തില്ല പറഞ്ഞാൽ അവരുടെ മക്കളെല്ലാം കൊല്ലപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൊല്ലും. ഇത്രയും ദൈവത്തിന്റെ ദാസനായ ഒരു മനുഷ്യന് ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ അവിടെ വന്ന് കൊടുക്കേണ്ട വില കഠിനമായ. അതുകൊണ്ട് തന്നെ ദൈവമക്കള് വളരെ ശ്രദ്ധിച്ചു. ദൈവം ഇത്ര അനുഗ്രഹത്തിന്റെ ഉറവിടമായിട്ട് ദൈവം നമ്മളെ കരുതി നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് ദാവീദ് യേശു കർത്താവ് വന്ന് ഭൂമിയിൽ വന്ന് മരിച്ച അനുഭവം ഒന്നും ദാവീദ് കണ്ടില്ല. അതിൽ കൂടെ ദാവീദ് അറിഞ്ഞിരുന്നെങ്കിൽ പ്രവചന നിലയിൽ ദാവീദ് കണ്ടു കാണും, എന്റെ കർത്താവിനോട് ഇതൊക്കെ ദാവീദ് പ്രവചനമായിട്ട് കണ്ടു കാണും. ബട്ട് അനുഭവസ്ഥരായിരുന്നത് നമ്മൾ അറിയുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ അയച്ചു തന്ന ജീവനെ കൊടുത്താൽ നമ്മളെ സ്നേഹിച്ചു. ഈ സ്നേഹത്തിന് മുമ്പ് ഈ കർത്താവിനെ ഒരിക്കൽ കൂടെ ദുഃഖിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര അധിക കഠിനമായിട്ടുള്ള കാര്യം. ഇത്രയും നന്മ മാത്രം കരുതി നമുക്ക് അനുഗ്രഹത്തിന്റെ പൊന്നിൽ അനുഗ്രഹം തരുന്ന കർത്താവിനെ നമ്മൾ ദുഃഖിപ്പിച്ചാൽ നമുക്ക് വളരെ ദോഷം
ആയിരിക്കും. ദൈവം ദുഃഖിപ്പിച്ചാൽ നമുക്കത് നന്മ ഒരിക്കലും വരില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്ന ദാവീദ് സ്തുതിക്കാനുള്ള വേറെ കാരണങ്ങൾ നമ്മൾ കാണാം. ഇവിടെ 6-ാം വാക്യത്തിൽ കാണുന്നത് അവിടെ പറയുന്നത് 2-3 കാര്യങ്ങൾ അതേ സംബന്ധിച്ച് നമ്മൾ പറയട്ടെ. 6-ഉം 17-ഉം 18-ലും കൂടെ ഞാൻ അത് വായിച്ച ആ ഭാഗത്തേക്ക് ഈ എളിയവൻ 6 ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു. സകല കഷ്ടങ്ങൾ നിലവിളിച്ചപ്പോൾ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചത്. ചില കഷ്ടങ്ങളെല്ലാം ആയിക്കോട്ടെ എന്ന് കർത്താവ് ചിന്തിച്ചില്ല. ബട്ട് നമ്മൾ പിന്നെ വേണം ചിന്തിക്കണം. പിന്നെ ഇത്രയില്ല 17-ാം വാക്യം, നീതിമാന്റെ നിലവിളി യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. അടുത്ത വാക്യം 19-ാം വാക്യം, നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവൻ എല്ലാറ്റിലും നിന്ന് യഹോവ അവനെ അസംഖ്യമാകും. ഒത്തിരി എല്ലാറ്റിൽ നിന്നും ഒരിക്കലും. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ദൈവമക്കൾ എന്നുള്ളവർക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്ന അടുത്ത വാക്യത്തിൽ നിങ്ങളുടെ എല്ലുകളൊന്നും അവന്റെ അസ്ഥികൾ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോവുകയില്ല. പിന്നെ നമ്മൾ വേണേൽ ചിന്തിക്കേണ്ട ഇത്രയും പറഞ്ഞ് എത്രയോ ദൈവമക്കൾക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നത്, എത്രയോ പേര് മരിക്കുന്നുണ്ടെന്നെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതെന്തോ അങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ഒരു ചോദ്യം നോക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു ദൈവത്തിന്റെ പൊതു പ്രമാണമാണ് ദാവീദ് പറഞ്ഞത്. ബട്ട് ഈ ആക്സിഡന്റ് വന്നോ, എല്ലുകൾ പൊട്ടുകയും ഇതെല്ലാം ചെയ്യുന്ന ദൈവം ചില സ്പെഷ്യൽ പെർമിഷൻ കൊടുക്കുന്ന അനുമതി. നമ്മൾ യോബിന്റെ ജീവിതത്തെ നോക്കിയാൽ യോബ് എത്രയോ ഒരു നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ യോബിന്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയ പ്രയാസങ്ങൾ നമുക്കറിയാമല്ലോ. അവിടെ യോബിന്റെ 1-ാം വാക്യെല്ലാം വായിക്കുമ്പോൾ അവനെ സംരക്ഷിച്ചു. അവൻ നീതിമാനും ഒരു കുറ്റമില്ലാത്ത വ്യക്തിക്ക് എന്തുമാത്രം സങ്കടം കൂടെ കടന്നു, എന്ത് സങ്കടം കൊണ്ടുപോയി. അവന്റെ കുഞ്ഞുങ്ങളൊക്കെ മരിക്കുണ്ടായി. അവന്റെ ഭാര്യ തന്നെ പറഞ്ഞു, നീ ഒന്ന് ഇത്രയും ഇപ്പോഴും ദൈവഭക്തിയിൽ പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നീ ഒന്ന് ദൈവത്തെ ശപിച്ചിട്ട് മരിച്ചുകൂടെ എന്ന് ഭാര്യ അത്ര മാത്രം. ആ കാലഘട്ടത്തിലും ഇത്രയും ധനവാനായിരുന്ന യോബിന് സംഭവിക്കാൻ എന്താ കാരണം? ഒരു സ്പെഷ്യൽ പെർമിഷൻ ദൈവം തന്നു. ദൈവം പിശാചിനോട് പറഞ്ഞ്, എന്റെ നീതിമാനായ യോബിനെ നീ കണ്ടോ? അപ്പൊ പിശാച് എന്തോ പറഞ്ഞു, നീ അവനെ നന്നായിട്ട് അനുഗ്രഹിച്ചു, അവന് സ്വത്തും സുഖവും മക്കളും അവനെ കൊടുത്തിരിക്കുന്ന സമ്പത്തെല്ലാം ഇത്ര വ്യാപകമായിട്ട് കിട്ടിയ സ്ഥിതിക്ക് അവനെ കർത്താവിനെ അങ്ങേ സ്തുതിക്കുന്നത്, നിങ്ങളൊന്ന് അവനെ ഒന്ന് തൊട്ട് നോക്കിക്കേ എന്ന് ദൈവത്തോട് അവൻ പറഞ്ഞുകൊണ്ട് ദൈവം അവന് പറഞ്ഞു, നീ ഒന്ന് നീ അങ്ങനെ പറയുന്നുണ്ടല്ലോ, പിശാചിന് നീ സമയം കൊടുത്തു, നീ അവനെ ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു, നീ തൊട്ട് നോക്കി. അങ്ങനെ ഒരു സ്പെഷ്യൽ അനുവാദം കൊണ്ടാ അവിടെ യോബിന് കടന്നുപോയ പ്രയാസം. പിന്നെ നമ്മൾ യോബിന്റെ അവസാനം എന്താ സംഭവിച്ചു? ഈ ടെസ്റ്റിൽ കൂടെ കടന്നു പോയ പിന്നെ ഡബിൾ മടങ്ങ യോബിനെ പിന്നെ ദൈവം അനുഗ്രഹിച്ചു. അവിടെ യോബിന്റെ കാര്യത്തിൽ ഒരു വാക്യമുണ്ട്. യോബിന്റെ 1:10 ഒന്ന് വായിക്കാമോ? യോബിന്റെ 1:10 ഒരു വാക്യം അവിടെ ഉണ്ട്. യോബ് എങ്ങനെ ദൈവത്തെ സംരക്ഷിക്കുന്നു? 1:8-9 വായിക്കാം. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ ചുറ്റിലും വേലി കെട്ടി. അപ്പൊ ആലോചിച്ചു നമ്മുടെ സംരക്ഷണം, ദൈവമക്കളുടെ സംരക്ഷണം കേട്ടോ. അവന്റെ ചുറ്റിലും, നമ്മുടെ ചുറ്റിലും ദൈവം വേലി കെട്ടി വെച്ചിരിക്കുക. നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ദൈവം പറയുന്ന യോബിനടുത്ത് സാത്താനടുത്ത്, നീ എന്റെ ദാസനായ യോബിനെ കണ്ടോ? അപ്പൊ
അപ്പം പറയുന്നു, ഇത്രയും അനുഗ്രഹം കഴിച്ച ആരാന്ന് കർത്താവിനെ അനുഗമിക്കാതിരിക്കുന്നത്? നീ അവനൊന്ന് തൊട്ട് നോക്കിക്ക, നീ അവനെ മൊത്തം വേലി കെട്ടി അവനെ മറച്ചിരിക്കുക. അപ്പൊ എന്ത് പറ്റി? സാത്താന് കർത്താവിന്റെ മക്കളെ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ തൊടാൻ സാധിക്കും. ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ തൊടാൻ സാധിക്കും. അത് തൊട്ടാല് ഏതെങ്കിലും പ്രതിസന്ധി വന്നാല് ദൈവത്തിന്റെ അനുവാദത്തോടെ തന്നെയാണ് വരുന്നത്. അതിന്റെ പ്രമാണം നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നിലവിളിക്കുമ്പോൾ കർത്താവ് നമ്മുടെ എല്ലാത്തിൽ നിന്ന് വിടുവിക്കുന്ന. ഏതെങ്കിലും രീതിയിൽ കർത്താവ് നമ്മൾ വിടുവിക്കാതെ തോന്നിയാൽ അത് ദൈവം അതും കൂടെ നമ്മളെ അനുവദിച്ചിരിക്കുക. എന്തോ ഒരു സ്പെഷ്യൽ ഉദ്ദേശത്തോടെ. അവിടെ സാത്താനെ തോൽപ്പിക്കാനായിരുന്നു യോബിനെ അതിനെ കടത്തിവിട്ടാൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളൊക്കെ സാത്താൻ പോരാടുന്നുണ്ട് നമ്മളെ ഒന്ന് തോൽപ്പിക്കാൻ. ദൈവം അനുവദിക്കാൻ ചില കാര്യങ്ങൾ, പോരാട്ടങ്ങൾ. നമ്മളത് വിജയിക്കാനാണ് കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അയ്യോ എന്നെ ദൈവം കൈവിട്ടെന്ന് പറയണ്ട. ദൈവം ഒരിക്കലും കൈവിടത്തില്ല. യോബിന്റെ അവസാനം എങ്ങനെയായിരുന്നു അറിയാമോ? നമ്മൾ ആ അവസാനം വായിക്കുമ്പോൾ യോബിന്റെ അനുഗ്രഹത്തിന്റെ എല്ലാം ഡബിൾ മടങ്ങാ കിട്ടിയത്. ഡബിൾ മടങ്ങ് എല്ലാം, അവന്റെ സമ്പത്തിലും അവന്റെ മക്കളുടെ കാര്യം എല്ലാരും ഡബിൾ മടങ്ങ്. പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവിന്റെ പ്രമാണം. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കൂടെ സമയം കടന്നു പോയിട്ട് എളുപ്പം ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ എടുക്കട്ടെ. അപ്പോൾ നമ്മൾ നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന കർത്താവ്, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും വിടുവിക്കുന്ന കർത്താവ്. നമ്മുടെ പ്രശ്നങ്ങൾ പലതും വരുമെന്ന് വരാം. ദൈവമക്കൾക്ക് പ്രശ്നങ്ങൾ ആഞ്ഞു വരും. നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നമ്മൾ അവിടെ നിന്നൊക്കെ വിടുവിക്കുന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാ ദാവീദിന്റെ അനുഭവം. അതുകൊണ്ട് തന്നെയാ ദാവീദ് പറഞ്ഞത്, ഞാൻ എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എല്ലാ സമയത്തും എനിക്ക് പ്രശംസിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഈ കർത്താവിനെ കുറിച്ച് മാത്രമേ പ്രശംസിക്കാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും കൂടെ ഈ കർത്താവിനെ കുറിച്ച് മാത്രം പ്രശംസിക്കാൻ മതി. വേറെ ഒന്നും വേണ്ട. നമ്മളെ നിലനിർത്തുന്നതും നമ്മളെ നടത്തുന്നതും ഒക്കെയും കർത്താവ്. ഇവിടെ പറയുന്നത് 7-ാം വാക്യത്തിൽ, ദൂതന്മാർ, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ആലോചിച്ച് നോക്കണേ, ദൂതന്മാരുടെ നമ്മുടെ ചുറ്റിലും. യഹോവയുടെ കണ്ണ് നമ്മുടെ മേലിരിക്കുന്നത് മാത്രമല്ല, ഏറ്റവും ശക്തനായ ദൂതന്മാരെ കൂടെ നമ്മുടെ ചുറ്റിലും. അപ്പൊ പിന്നെ പോലീസുകാരനെ പേടിക്കുന്നുണ്ട്. സ്തോത്രം. ഒരു പോലീസുകാരനെ പേടിക്കേണ്ട ആവശ്യമില്ല. പോലീസുകാരൻ പോയിക്കൊണ്ടിരിക്കും. വന്നിട്ട് അവർ പോവും. അവർ വഴി വന്നിരിക്കുന്നുണ്ടോ? യഹോവയുടെ ദൂതന്മാരുടെ കാവല. സങ്കീർത്തനം 92 ഒരു വാക്യമില്ലേ? 11 വായിക്കാമോ? അവിടെ എന്താ പറയുന്നത്? 92 11 12. നമ്മളെല്ലാരും വായിക്കുന്ന ഒരു സങ്കീർത്തനാണല്ലോ. അവിടെ ദൂതന്മാരെ കുറിച്ച് എവിടെ പറയുന്നത്? അവർ നിങ്ങളെ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവർ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നിന്റെ കാല് വരെ കല്ല് തട്ടാ. അപ്പൊ നമുക്ക് ചിലപ്പോ ഒരു കല്ല് തട്ടാതെ നമ്മൾ തട്ടിയാൽ ഉടനെ, ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിലെ ഒരു കാല്, ഇതെല്ലാം വളരെ ചെറുപ്പത്തിലെ വിശ്വസിച്ച ഒരു കല്ല് എന്റെ കാല് തട്ടിയാൽ ഞാൻ ഓർക്കും, ഇതിനെന്തോ കാരണം. അപ്പൊ എനിക്ക് ഓർക്കും, ഞാൻ ചെയ്തതിന് എന്തെങ്കിലും ഒരു കുറവ് കാണും. എനിക്ക് ഉടനെ കാരണം എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ആ കല്ല് തട്ടിയാലും ഞാൻ കർത്താവിനെ വിശ്വസിക്കണമെന്ന കർത്താവ് ചോദിക്കുന്നത്. കർത്താവിന്റെ കരുതൽ എന്ന് പറയാം, കാല് തട്ടാതെ തന്നെ ദൂതന്മാരെ നമ്മളെ കാക്കും. ഇത് അതുപോലെ പ്രാവർത്തികമാണ്. നമ്മളെ വഹിക്കാൻ വേണ്ടി കർത്താവ് നിന്റെ കല്ലിൽ പോകാതിരിക്കുന്നതിന് അവൻ നിന്നെ കൈകളിൽ വൈകിട്ട് കൊള്ളും. ഇത് വാസ്തവമാ പ്രിയപ്പെട്ടവരെ. ദൈവം കൽപ്പിച്ചിരിക്കുന്നു, നിന്റെ എല്ലാ വഴികളും നിന്റെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇതിനെക്കാട്ടും ഒരു സുരക്ഷിത വേണം. ഇത്ര ശ്രദ്ധിച്ച ദൈവം നമ്മളെ നടത്തുന്നു. പക്ഷെ ഇത്രയും ശ്രദ്ധിക്കുന്ന ദൈവത്തെ നമ്മൾ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റി വന്നാൽ ഉടനെ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച്, അതാ സങ്കീർത്തനക്കാരൻ പറയും, നിങ്ങൾ ഉടനെ യഹോവ ഭക്തി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത്രയും
ആ രീതിയിൽ നമുക്ക് ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമില്ല. നമുക്കെല്ലാം ചിലപ്പോൾ തെറ്റെന്ന് വന്നും വരാം, നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ തെറ്റെന്ന് വന്നും വരാം. നമ്മൾ എന്ത് ചെയ്യാം? മടങ്ങി വരാം. കർത്താവേ, അങ്ങ് ദുഃഖിപ്പിച്ചതിന് വേണ്ടി ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് ഒരു മിനിറ്റ് നമ്മൾ താമസിക്കാൻ പാടില്ല. നമ്മൾ ആ മിനിറ്റ് താമസിച്ചാൽ അത്രയും കൂടെ നമുക്ക് പിശാചിന് ഇടം കൊടുക്കുക ചെയ്യുന്നു. നമ്മൾ തെറ്റ് ചെയ്താൽ ഉടനെ മടങ്ങി വന്ന് കർത്താവേ, എനിക്ക് തെറ്റ് സംഭവിച്ചു. ദാവീദ് തന്നെ ചെയ്തു. ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ അത് പറഞ്ഞ ഉടനെ ദാവീദ് ഒരു ദൈവ മനുഷ്യനായിരുന്നുകൊണ്ട് ആ ദൈവം മുമ്പായിട്ട് താന്ന് വീണ് കരഞ്ഞ് നിലവിളിച്ചു. ദൈവം അവനെ ക്ഷമിച്ചു. പക്ഷെ അതിന്റെ ചെയ്ത തെറ്റെന്ന് ചില കാര്യങ്ങൾ വഹിക്കേണ്ടി വന്നു. അതിന്റെ ഫലം വഹിക്കേണ്ടി വന്നു. ഒരുത്തൻ കൈവെട്ടിയ കയ്യെ കർത്താവെ, ഞാൻ 5 ദിവസം പറഞ്ഞോട്ടെ, പഠിക്കാതെ കർത്താവെ, ഇപ്പൊ രാഹുൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി എല്ലാം പോയി. ബട്ട് ദൈവം പാസ് തന്നു. ബട്ട് രാഹുൽ പഠിക്കാതെ കർത്താവെ ഞാൻ നിലവിളിക്കുക, കർത്താവെ എനിക്ക് പാസ്സാകണം പറഞ്ഞാൽ കർത്താവ് പാസ്സാക്കാൻ പറ്റുമോ? നമ്മൾ ചെയ്യേണ്ട ഭാഗം ചെയ്തിട്ട് പിന്നെ കർത്താവിനോട് ചോദിച്ച കർത്താവ്, ബട്ട് നമ്മൾ ചെയ്യേണ്ട അപ്പോ പഠിക്കാത്തതിന്റെ കാരണം വന്ന് അപ്പൊ നമ്മൾ അനുഭവിച്ച് കർത്താവ് ഞാൻ പഠിക്കാതെ പോയി, എന്നെ പാസ്സാക്കണമെന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ പാസ്സാക്കാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം കൂടെ എഴുതാനുള്ള ഒരു ചാൻസ്. അപ്പൊ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഒരു ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ബട്ട് ദൈവം നമ്മളെ ക്ഷമിക്കും, ഒരു ചാൻസ് കൂടെ തന്നു വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റ് ചെയ്താൽ ദൈവത്തോട് മടങ്ങി വന്ന് ഉടനെ മടങ്ങി ഏറ്റു പറഞ്ഞ് ദൈവത്തോട് യഥാസ്ഥാനപ്പെട്ട് ജീവിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ ചെയ്യാതിരുന്നാൽ നമ്മൾ കൂടുതൽ നമ്മളെ തന്നെ ദോഷത്തിലേക്ക് കണ്ടുവിടുക. അവിടെ ദൂതന്മാർ 7-ാം വാക്യം 32:7 ദൂതന്മാർ പാളെ ഇറക്കി നമ്മളെ സംരക്ഷിക്കുന്നു. ദൈവത്തിന്റെ സംരക്ഷണം നമ്മളവിടെ കാണാൻ സാധിക്കും. അവിടെ 4-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ ഒരു വാക്യം പറയുന്നത് എന്തുവാ? യഹോവ ഭക്തന്മാർക്ക് വിശുദ്ധന്മാർക്ക് അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിലും മുട്ടില്ല. അപ്പൊ ദൈവമക്കൾക്ക് മുട്ടുണ്ടോ? മുട്ടില്ല, ഒന്നിനും മുട്ടില്ല. അവിടെ പറയുന്നത് ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നമുക്കൊരു മുട്ടുണ്ടാവുന്ന മാത്രമല്ല, ഒരു നന്മയ്ക്കും. പിന്നെ എങ്ങനെ ദാവീദ് സ്തുതിക്കാതിരിക്കും? ഇത് ദൈവമക്കൾക്കുള്ള ഭാഗ്യം. അവിടെ പറഞ്ഞു പ്രതിസന്ധികൾ വരും, അതിനൊക്കെ പഠിപ്പിക്കും. എന്തെങ്കിലും നമുക്ക് പ്രയാസം വന്നാൽ അതിന് ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ അനുവാദം, ദൈവത്തിന്റെ വേലി ചുറ്റി നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്പെഷ്യൽ പെർമിഷൻ കൊണ്ട് മാത്രം നടക്കും. ദൈവത്തെ ദൂതന്മാരുടെ കാവൽ നമുക്ക് ചുറ്റിലും വെച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് മുട്ടില്ലാതെ നടത്തുന്ന ഒരു ദൈവം, ഒരു നന്മയ്ക്കും കുറവ് വയ്ക്കാതെ. ബാലസിംഹങ്ങൾ, നമ്മുടെ കാട്ടിലെ രാജാവ് എന്ന് പറയുന്ന സിംഹങ്ങളാ. അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വിശക്കെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായി. എന്തിനെങ്കിലും കൊന്നുകൊണ്ട് ആ സിംഹം തന്റെ കുഞ്ഞുങ്ങൾ കൊണ്ട് കൊടുക്കും. അതിനും കൂടെ വിശപ്പ് വരുമ്പോൾ ദൈവമക്കൾക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നന്മയ്ക്കും കുറവില്ലാത്തവരാ ഇരിക്കുന്ന ജനക്കൂട്ടം, ദൈവത്തിന്റെ ജനം. ഇത്രയും ദൈവം നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയില് ദൈവം ഈ അവിടെ 5-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. ഞാൻ അതോടെ എളുപ്പം തീരാൻ സമയം. 5-ാം വാക്യത്തിലൂടെ പറയുന്നത് എന്തോ പറയുന്നത്? They looked to him. അവനെ നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയി. അപ്പൊ നമ്മൾ നിലവിളിക്കുമ്പോഴും ദൈവത്തോട് അപേക്ഷിക്കുമ്പോഴും നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും? പ്രകാശം. അപ്പൊ ദൈവമക്കളുടെ മുഖം എങ്ങനെയായിരിക്കണം? എപ്പോഴും പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും സ്വർഗത്തിലെ അപ്പൻ എനിക്ക് എന്റെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മുഖം പ്രകാശമുള്ളവരായിരിക്കും. അതുകൊണ്ട് ദാവീദിന്റെ സീക്രട്ട് ഞാൻ പറയട്ടെ. ദാവീദ് ഈ കാലത്ത് എന്തെല്ലാം പ്രയാസങ്ങൾ കൊടുത്താൽ ദൈവത്തെ രുചിച്ചറിഞ്ഞു, ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ ദാവീദ് പറഞ്ഞ വാക്യം, യഹോവയെ എല്ലാ കാലം വാഴ്ത്തും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വാഴ്ത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സത്യമാണ്, ഒരു വലിയ ശക്തിയാണ്. സിറ്റി മാത്സ് അവരുടെ ആ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ കരുണ അനുഭവിക്കുന്നുണ്ട്, ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനുള്ള സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ പറയുന്നുണ്ട്,
ദാവീദ് കണ്ടത് ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞ വളരെ ശക്തിയേറിയ ഒരു സംഭവമാണ്. അത് ദാവീദ് കണ്ടുപിടിച്ചു. ഈ പ്രതിസന്ധികളുടെ ഇടയ്ക്ക് ദൈവത്തെ നമ്മളൊന്ന് സ്തുതിച്ച് നോക്കിക്കേ. അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ ഈ പ്രതിസന്ധികളിലും ഞാൻ എന്റെ ദൈവത്തെ സംശയിക്കുന്നില്ല. എനിക്ക് നന്മ മാത്രം കർത്താവ് കരുതി നടത്തുന്ന ദൈവം എന്ന് സ്തുതിക്കുമ്പോൾ ആ സ്തുതിയുടെ ശക്തി ഏറെയാണ്. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ അവിടെ നമ്മൾ കാണുന്ന അപ്പോസ്തലൻ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അവര് കാരാഗ്രഹത്തിൽ അവരെ സുവിശേഷ നിമിത്തം കൊണ്ടിട്ടപ്പോൾ അവിടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. നമ്മൾ ആരെങ്കിലും സാധാരണ രീതിയിൽ എന്താ ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നിലവിളിച്ചാൽ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മളെല്ലാം വാട്സാപ്പ് ഇട്ടിട്ട് എല്ലാവരോടും പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി പറയാൻ ഞാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്, എന്നെ വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലേ നമ്മൾ. ഇവരെന്താ ചെയ്തറിയാമോ? ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി. ആ കാരാഗ്രഹത്തിൽ പ്രമാണി തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തോ സംഭവിച്ചതറിയാമോ? ദൈവം സ്വർഗത്തിന് വരുന്നില്ല. ആ കാരാഗ്രഹത്തെ കുടുക്കി അവരെ വെളിയിൽ ആ കാരാഗ്രഹം തുറന്നു. കാരാഗ്രഹം തുറന്നപ്പോൾ പ്രമാണി വരച്ചു ഇവർ രക്ഷപ്പെട്ടു പോയിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ജയിലെല്ലാം തുറന്നിരിക്കുക. അപ്പൊ ഇവര് ജയിൽ പുള്ളികളെല്ലാം പോയി കാണല്ലോ. അവൻ ആ വാളെടുത്ത് തന്നെ കുത്താൻ എടുത്തു. അടുത്ത ഇവന്റെ തല പോകല്ലോ. ജയിൽ പുള്ളികളെല്ലാം തപ്പിപ്പോയാൽ ഓടിപ്പോയാൽ ഉടനെ പൗലോസ് അവിടെ നിന്ന് കണ്ടു. നീ ഒന്നും ചെയ്തത്, ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്, നീ ഒന്നും നിന്നെ ദോഷമായിട്ടൊന്നും ചെയ്തത്. അപ്പൊ ഇയാൾക്ക് അത്ഭുതം തോന്നി. ഇയാൾ ഓടി വന്ന് ഇവരുടെ ഈ ജയിൽ പുള്ളികളുടെ കീഴിൽ കാലെ വീണ് യജമാന്മാരെ, എന്തുവാ ഇതുവരെ പുള്ളികളായിരുന്നു, അടിയടാ പോടാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാല് യജമാന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണം, ദൈവത്തെ അറിയാൻ എന്തു ചെയ്യണം. ഈ ജയിൽ പ്രമാണി വീണു കാലം. ദൈവത്തിന്റെ പ്രവർത്തനം. പിന്നെ എന്തോ പറ്റി? ആ കുടുംബം മുഴുവൻ കർത്താവിനെ അറിഞ്ഞതായിട്ട്. ദൈവത്തിന്റെ പദ്ധതി എന്തോ നോക്കി. അപ്പോൾ നമ്മൾ ജയിലിൽ പോകുമ്പോൾ ഉടനെ നമ്മൾ കരഞ്ഞു നിലവിളിക്കേണ്ട പ്രിയപ്പെട്ടവരെ. എന്ത് ചെയ്യണം? കർത്താവ് നമ്മളെ അയച്ചതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി സ്തുതിക്കുക ചെയ്യണം. ദൈവം നമ്മളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഒക്കെ എന്ത് ചെയ്യണം? സ്തുതിക്കണം. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, 2 ദിനവൃത്താന്തങ്ങളിൽ ഒരു വാക്യമുണ്ടല്ലോ. അവിടെ എന്ത് ചെയ്തു? യെഹോശഫാത്ത് രാജാവ് വലിയ യുദ്ധത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ യുദ്ധവീരരെ ആദ്യം കൊണ്ട് വെക്കുന്നതിന് പകരം എന്ത് ചെയ്തു? കുറെ പാട്ടുകാരെ അവിടെ നിർത്തി. ആദ്യം യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ പാട്ടുകാരെ നിർത്തി പാടാൻ തുടങ്ങി. നമ്മളായിരുന്നു സാധാരണ നമ്മളെല്ലാം പറഞ്ഞ വിശ്വാസി തന്നെ പറഞ്ഞു എന്തോ പോഷത്വമാ ചെയ്യുന്നത്. നല്ല പോരാളികളെ മുന്നേ നിർത്തുന്നതിന് വേണ്ടി പാട്ടുകാരെയാണ് അപ്പൊ യുദ്ധത്തിന് മുമ്പ് നിന്ന് അവിടെ പാടാൻ തുടങ്ങിയ ഉടനെ അവിടെ എതിർപ്പാളയത്തു നിന്നുള്ള അവർ തമ്മിൽ അടിച്ച് തോറ്റ്. ദൈവം അവർക്ക് വേണ്ടി. അപ്പൊ പ്രിയപ്പെട്ടവർ, ഏറ്റവും വലിയ സീക്രട്ടാണ് ദൈവമക്കള് എല്ലാ സമയത്തും സ്തുതിക്കുന്നവരായി തീരണം. ഇതാണ് ദാവീദ് ഇവിടെ ചെയ്തത്. ഇത്രയും പ്രതിസന്ധികൾ ആ ആക്കീഷിന്റെ രാജാവിന് മുന്നിൽ ജീവനെ കൊണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ പറയുന്നത് എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കണം. യഹോവയിൽ മാത്രം പ്രശംസിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ സീക്രട്ട് നമ്മളൊന്ന് മനസ്സിലായാൽ വിജയിച്ചു. ദൈവമക്കൾ വിജയിച്ചു. ഫിലിപ്പിയറിലെ നമ്മൾ 4:6-7 വായിക്കുന്നത് എന്തുവാ? നിങ്ങളുടെ അപേക്ഷകളൊക്കെ സ്തോത്രത്തോടെ. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മുടെ അപേക്ഷകളെല്ലാം കർത്താവ് തന്നു എന്നുള്ള വിശ്വാസത്തോടെ അപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവന്റെ കണ്ണ് എപ്പോഴും നമ്മുടെ മേലിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കുന്ന ദൈവം, നമ്മൾ ചോദിക്കുന്ന മുമ്പ് തന്നെ അറിയുന്ന ദൈവം, നമ്മൾ ചോദിക്കാൻ വേണ്ടി കർത്താവ് താല്പര്യപ്പെടുന്നുണ്ട്. നമ്മൾ ചോദിക്കണം സ്തോത്രത്തോടെ, സന്തോഷത്തോടെ. പിന്നെ എന്ത് ചെയ്യണം? സ്തുതിക്കുക ചെയ്യണം. കഴിഞ്ഞ ദിവസം ചിന്തയിൽ പറയുന്ന സഹോദരിമാരുടെ ചിന്തയിൽ പറയുന്നുണ്ടായി, നമ്മൾ സ്തുതിക്കുന്ന ജനക്കൂട്ടമായി തീരുമാനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിജയിക്കുന്ന ജനമായി തീരും. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി കുറെ നാൾ പ്രാർത്ഥിച്ചിട്ട് ഇനിയും നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? സ്തുതിച്ചാൽ ദൈവം നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതം എത്രയോ അനുഭവം, കുറെ കാര്യങ്ങൾ കുറെ നാളുകൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ കർത്താവ് ഓർമ്മിച്ചു, നീ പ്രാർത്ഥിച്ചല്ലോ, ഇനി എന്താ നീ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത്? നീ ഒന്ന് സ്തുതിച്ച ഉടനെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയ ഉടനെ അതിന്റെ ഉത്തരം എനിക്ക് സടാന്ന് വന്നു. അപ്പോൾ ദൈവത്തോട് നമ്മൾ എന്നും കരയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ കരഞ്ഞ് ഇനി കരഞ്ഞ് സ്തുതിച്ചാൽ മതി, സ്തോത്രം ചെയ്താൽ മതി. പ്രിയപ്പെട്ടവരെ,
നമ്മൾ കർത്താവിനോട് അപേക്ഷിക്കണം. അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുക. ദൈവം സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിൻ്റെ അർത്ഥം എന്തോ? നമ്മൾ കർത്താവിനെ വിശ്വസിക്കുകയും കർത്താവ് നമ്മുടെ കാര്യങ്ങൾ കരുതുന്നുണ്ട്, പൂർണ്ണ ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുന്നുണ്ട്. ആ ഒരു ധൈര്യം നമ്മൾ ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തോടെ ദൈവം നമ്മളെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് എത്രയോ നമ്മുടെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടില്ലേ? ഒത്തിരി ഉദാഹരണങ്ങൾ എടുക്കാനുണ്ട്. ഞാൻ അതിനൊന്നും പോകുന്നില്ല, സമയമില്ല, സമയം കടന്നുപോയി. നമ്മൾ പ്രാർത്ഥിക്കാം, ദൈവകാലങ്ങളിൽ നമ്മളെ തന്നെ എത്തിക്കാം. യഹോവ നല്ലവനാണ്, അവനെ രുചിച്ചറിയാൻ വേണ്ടി നമ്മുടെ ജീവിതയാത്ര പല പല പ്രതിസന്ധികളിൽ കൂടെ കടത്തിവിടുന്നുണ്ട്. ദൈവം നമ്മളെ വിലാപത്തിൽ ഒരു പുസ്തകം, ഒരു വാക്യമുണ്ട്, 3:23 ഞാൻ ഓർക്കുന്നത്. നമ്മുടെ മനസ്സോട് നമ്മുടെ പ്രശ്നങ്ങൾ കൂടെ പ്രതിസന്ധിയിൽ കൂടെ വിടുന്നില്ല ദൈവം. മനസ്സില്ലാതെ ദൈവം നമ്മളെ പല സമയത്ത് അനുവദിക്കുന്നത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം, നമ്മളെ ഒന്ന് ബലപ്പെടുത്താൻ, നമ്മളെ ഒന്ന് ഉറപ്പിക്കാൻ. ഇസ്രായേൽ ജനങ്ങൾ അത് തോറ്റുപോയി, അവർ ആ വനാന്തരത്തിൽ കൂടെ കടന്നുപോയി. അവരൊരു ചെറിയ സമയത്തിന് വേണ്ടി ദൈവം വനാന്തരത്തിൽ കൂടെ വിട്ടത്. ബട്ട് അവർ തോറ്റുപോയ അനുഭവം, ദൈവത്തെ അവിശ്വസിച്ചവർ, അവിശ്വാസം എന്ന് പറഞ്ഞ ഒരു പാപം നമ്മൾ ചെയ്തത് ദൈവം അതിൽ പ്രസാദിക്കത്തില്ല. വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തെ പ്രസാദിക്കുള്ളൂ. ഈ ദൈവത്തിന്റെ മേൽ വിശ്വാസം വേണമെങ്കിൽ നമ്മൾ വചനം വായിക്കുകയും ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യണം. ദൈവമക്കളെ, നിങ്ങൾ യഹോവ ഭക്തി ഞാൻ കാണിച്ചു തരാമെന്ന് ദാവീദ് പറഞ്ഞപ്പോൾ നമുക്ക് യഹോവ ഭക്തി മനസ്സിലാകണമെങ്കിൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തെ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. ദൈവവചനം വായിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ സമയം ചെലവഴിക്കാതെ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിനെ തന്നെ വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല. എത്രയോ അനുഗ്രഹങ്ങളുടെ കൂമ്പാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എത്രയോ വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ജീവനും ഭക്തിക്കൊക്കെയും തന്നിട്ടുണ്ട്. നമുക്ക് നന്മ മാത്രം കരുതി നമുക്ക് വേണ്ടി ദൂതന്മാരുടെ കാവൽ വെച്ചിരിക്കുന്ന ദൈവം, നമ്മളെ കാലുകൂടെ കല്ലിൽ തട്ടാതെ സംരക്ഷിക്കുന്ന ദൂതന്മാരെ കൽപ്പിച്ചിരിക്കുന്ന ദൈവം, നമുക്കെല്ലാം നന്മ മാത്രം കരുതിയിരിക്കുന്ന ദൈവത്തെ നമ്മൾ പിൻപറ്റാനുള്ള ഭാഗ്യം നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ വലിയ വഴിയും അതിന് വെളിച്ചവും മാർഗദർശനം എല്ലാം ഈ വചനത്തിൽ കർത്താൻ തന്നിട്ടുണ്ട്. ഈ വചനം വായിക്കുകയും ദൈവഭക്തിയുടെ നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ നമ്മളൊരു ജീവിതം നയിക്കാൻ മുന്നോട്ട് പോയാൽ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഉടനെ മടങ്ങി വന്ന് കർത്താവെ തെറ്റ് സംഭവിക്കാതെ എന്നെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ, പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അനുഗ്രഹിക്കപ്പെടുന്ന ജീവിതം കഴിയില്ല. എല്ലാ കാലം ദൈവത്തെ വാഴ്ത്താനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് കാരണങ്ങളുണ്ട്. ദൈവത്തെ സ്തുതിക്കാം, കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഈ വചനങ്ങൾ ഈ പോലെ സങ്കീർത്തനങ്ങൾ എഴുതി തന്ന് ഇതിൽ കൂടെ അനുഭവത്തിൽ കൂടെ ദാവീദ് കടന്നുപോയോണ്ടാണല്ലോ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു സങ്കീർത്തനം. എല്ലാം നന്നായി പോയപ്പോ അല്ലല്ലോ ഇത് എഴുതിയത്. ജീവനെ പേടിച്ച് നിന്ന സമയത്ത്, എതിരാളിയായ ഒരു രാജാവിന്റെ കീഴിൽ നിന്നപ്പോൾ അവിടെ അവർ പേടിച്ചിരുന്ന സമയത്ത് അങ്ങയുടെ രക്ഷയെ കണ്ടപ്പോൾ അവർ എഴുതിയത് എല്ലാ കാലത്തും യഹോവയെ നമ്മൾ വാഴ്ത്തുന്നു. ഈ കർത്താവിനെയാണല്ലോ ഞങ്ങൾക്കും തന്നിരിക്കുന്നത്. എന്തൊരു ഭാഗ്യമാണ് കർത്താവെ. അങ്ങ് എപ്പോഴും സ്തുതിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കുറവുകളെ ക്ഷമിക്കണമേ കർത്താവെ. ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സംശയത്തിന്റെ പേരിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ കരുതലെ കുറിച്ച് അങ്ങയുടെ സംരക്ഷണത്തെ കുറിച്ച് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങൾ എപ്പോഴും നിലവിളിക്കുന്നവരായിട്ടല്ല, സ്തുതിക്കാൻ യോഗ്യരാക്കി തീർക്കുന്ന ദൈവം, അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കി തന്നിരിക്കുന്ന ദൈവം, വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്ന ദൈവം, കർത്താവെ അങ്ങ് സ്തുതിച്ച് ജീവിക്കുന്നവരായിട്ട് ജീവിക്കാൻ ഇടയാക്കണമേ പ്രാർത്ഥിക്കട്ടെ. വേണ്ടി സ്തോത്രം മഹത്വം എടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ സംഭാഷണം കേട്ട വചനങ്ങളിൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ.